Hello, how are you? Welcome to another MMA മിക്സ്ഡ് മാർഷൽ ആർട്സ് വീഡിയോ. കോമ്പാറ്റിന്റെ ദുനിയാവിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ കോമ്പാറ്റിന്റെ ദുനിയാവിലെ പുതിയ വാർത്തകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ തീർച്ചയായിട്ടും ഒന്ന് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് മുന്നോട്ട് പോകത്തുള്ളൂ. അപ്പോൾ ടൈറ്റിൽ കണ്ടിരിക്കുമല്ലോ, തമ്പനയിൽ കണ്ടിരിക്കുമല്ലോ. ഇനി അടുത്ത വലിയ സംഭവം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു കഷ്ടിച്ച് ഒരു 2 ആഴ്ച ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? യെസ്, കോണർ മെഗ്രഗർ വേഴ്സസ് ഹോളോവേ, മാക്സ് ഹോളോവേ. അപ്പോൾ ഇതിനെക്കുറിച്ച് ഈ ഒരു സീരീസിൽ ആദ്യത്തെ ഒരു വീഡിയോ ആണ്. ഇനിയും വീഡിയോ ഒരുപാട് ഇടണമെന്നുണ്ട്, നമുക്ക് സമയം കിട്ടാറില്ല. എന്തായാലും തീർച്ചയായിട്ടും ഇത് ആദ്യത്തെ എപ്പിസോഡാണ്. ഇതിൻ്റെ ഒരു ഇനീഷ്യൽ ഡിസ്കഷൻ അല്ലെങ്കിൽ ഇനീഷ്യൽ ടോക്ക്. എന്ത്? കോണർ മെഗ്രഗർ വേഴ്സസ് മാക്സ് ഹോളോവേ വലിയ സംഭവമാണ്. അതായത് ഈ ഫൈറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ തൽക്കാലം നമ്മൾക്ക് ആര് ജയിക്കും, പ്രഡിക്ഷൻ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. കുറച്ച് കാര്യങ്ങൾ നമ്മൾ ആഴത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ ഇതിനെക്കുറിച്ച് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ കോണർ മെഗ്രഗർ ആൻഡ് ഹോളോവേ. കോണർ മെഗ്രഗറിൻ്റെ കേസ് പറയുകയാണെങ്കിൽ, പുള്ളി കഴിഞ്ഞ തവണ നിങ്ങൾ റെക്കോർഡ് ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ റിങ്ങിൽ ഇറങ്ങിയത് ഒരു ഏകദേശം 2021 എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഡസ്റ്റിൻ പോറിയറിനെതിരായിട്ടുള്ള 2ാമത്തെ ഫൈറ്റിൽ, ടോട്ടലി 3ാമത്തെ ഫൈറ്റിൽ, അതിനകത്ത് വളരെ ദയനീയമായിട്ട് കോണർ മെഗ്രഗർ പരാജയപ്പെട്ടു. ആദ്യത്തെ റൗണ്ടിൽ തന്നെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കാലൊടിഞ്ഞു. അങ്ങനെ അതൊരു ഭീകര സംഭവമായി പോയി. ഇനി ഇപ്പോൾ 2021 പിന്നെ 22, 23, 24, 25, ഇതിപ്പോൾ 26. ഇപ്പോൾ ഒരു 4-5 വർഷത്തിന് ശേഷമാണ് കോണർ മെഗ്രഗർ വരികയാണെങ്കിൽ, ഈ ഫൈറ്റ് നടക്കുകയാണെങ്കിൽ, ഒന്നും പറയാൻ പറ്റില്ലല്ലോ, വരാൻ പോകുന്നത്. ഇതേ സമയം മാക്സ് ഹോളോവേയുടെ കേസ് പറയുകയാണെങ്കിൽ, ഹോളോവേ 21 മത്സരിച്ചു, 22 മത്സരിച്ചു, 23, 24, 25, 26 പോലും പുള്ളി മത്സരിച്ചിട്ടുണ്ട്. ഈ മാർച്ച് മാസം 26 എനിക്ക് തോന്നുന്നു ചാൾസ് ഒലിവേറയുടെ കൂടെ മത്സരിച്ചു ഹോളോവേ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, മാക്സ് ഹോളോവേ ആക്റ്റീവാണ്. കോണർ മെഗ്രഗർ റിങ്ങിൽ കയറിയിട്ട് കുറേ നാളായി, അതായത് ഗോദയിലേക്ക് ഇറങ്ങിയിട്ട് കുറേ നാളായി. അതിൻ്റെ അഡ്വാൻറ്റേജ് നമ്മൾക്ക് മാക്സ് ഹോളോവേക്ക് കൊടുത്തേ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നേ. അതായത് ഇത് നമ്മൾ ക്രിക്കറ്റോ ഫുട്ബോളോ അതിന് പോലും വേണം അല്ലേ, കുറേ നാൾ വിട്ടു നിന്ന് കഴിഞ്ഞാൽ അതും കളിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ മിക്സ്ഡ് മാർഷൽ ആർട്സിൻ്റെ കേസ് പറയേണ്ട ആവശ്യമേ ഇല്ലല്ലോ. അതായത് ക്രിക്കറ്റ് കളിക്കുന്നു, ഫുട്ബോൾ കളിക്കുന്നു, മിക്സ്ഡ് മാർഷൽ ആർട്സ് കളിക്കാൻ പറ്റില്ല. അത് ഫൈറ്റാണ്, അത് കളിയല്ല അല്ലേ. അപ്പോൾ ഇറ്റ്സ് വൺ ഓഫ് ദ മോസ്റ്റ് സീരിയസ് സ്പോർട്സ്, വൺ ഓഫ് ദ മോസ്റ്റ് ഡേഞ്ചറസ് സ്പോർട്സ്. അതായത് ഞാൻ പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ പ്രോപ്പർ പ്രാക്ടീസ്, ട്രെയിനിങ്, കണ്ടീഷനിങ് ഇല്ലാതെ ഇറങ്ങിക്കഴിഞ്ഞാൽ മരണം വരെ സംഭവിക്കും. അന്ന് കോണർ മെഗ്രഗറിൻ്റെ കാലൊടിഞ്ഞതേ ഉള്ളൂ എന്ന് പറയാൻ പറ്റില്ല, അതൊരു വലിയ സംഭവമാണ്. കാലൊടിഞ്ഞെന്ന് പറയാന്ന് കഴിഞ്ഞാൽ അതൊരു വലിയ സംഭവമാണ്. അത് മാത്രമല്ല, മരണം സംഭവിക്കാം, ഡെത്ത് സംഭവിക്കാം, ഭയങ്കര ഇഞ്ചുറി സംഭവിക്കാം. അതാണ് മിക്സ്ഡ് മാർഷൽ ആർട്സ്, വെരി ഡേഞ്ചറസ് സ്പോർട്ട്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഞാൻ ഒരു അഡ്വാൻറ്റേജ് മാക്സ് ഹോളോവേക്ക് കൊടുക്കും. ജയിക്കും തോക്കുന്നൊന്നും അല്ല ഞാൻ പറയുന്നത്, കാരണം കൊടുത്തേ പറ്റത്തുള്ളൂ, കാരണം പുള്ളി ആക്റ്റീവാണ്. പക്ഷേ ഓൺ ദി അതർ ഹാൻഡ്, ഞാൻ പറഞ്ഞല്ലോ, ആഴത്തിൽ ഇറങ്ങുകയാണ്. കോണർ മെഗ്രഗറിൻ്റെ സംസാരവും കാര്യങ്ങളും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. പുള്ളി ഭയങ്കര ആക്റ്റീവാണ്. പുള്ളി ഒരു കാര്യം പറയുന്നുണ്ട്, അതായത് ദീസ് മെൻ ആർ നോട്ട് ഓഫ് മൈ ലെവൽ എന്ന് പറയുന്നുണ്ട്. അതായത് ഈ ആണുങ്ങളൊന്നും എൻ്റെ ലെവലിലല്ല എന്ന്. അത് പുള്ളി ഉദ്ദേശിക്കുന്ന ശരീരവും കണ്ടീഷനിങ്ങും ഒന്നും അല്ല, പുള്ളി ഉദ്ദേശിക്കുന്ന മനസ്സാണ്. അത് സമ്മതിച്ചേ പറ്റത്തുള്ളൂ. അത് ഞാൻ ഇപ്പോഴും പറയുന്നു. കോണർ മെഗ്രഗറിൻ്റെ മൈൻഡ് പവർ അത് ഇവരാർക്കും ഇല്ല. ഒരു പക്ഷേ ചിലപ്പോൾ ജോൺ ജോൺസിന് കാണുമായിരിക്കും, അല്ലെങ്കിൽ ഇസ്ലാം മഹാഷേവിന് കാണുമായിരിക്കും. അതാണ് ലെവൽ, മൈൻഡ് പവർ. കോണർ മെഗ്രഗർ പറയാറുണ്ട്, അതായത് പുള്ളിയുടെ ലോകത്തിൽ ഒരു 5 മിനിറ്റ് തികച്ച് ആർക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല. കാരണം പുള്ളി അത്രയ്ക്ക് ടഫാണ്. ശരിയാണ്, അത് സമ്മതിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ. കാരണം ഇങ്ങനൊരു ഡേഞ്ചറസ് സ്പോർട്ടിൽ ഇത്രയും ക്യാഷ് ഉണ്ടാക്കിയിട്ട്, ഇത്രയും ഔട്ട് ഓഫ് ട്രാക്ക് ആയിട്ട് പുള്ളിക്ക് തിരിച്ചു വരേണ്ട യാതൊരു കാര്യവുമില്ല. പുള്ളിക്ക് ഇതിൻ്റെ ആവശ്യമില്ല, എന്നിട്ടും പുള്ളി വരുന്നു. പിന്നെ അത് മാത്രമല്ല, കഴിഞ്ഞ തവണ പുള്ളി വന്നപ്പോൾ, വർഷങ്ങൾക്ക് മുമ്പ് 2021 പുള്ളി വന്നപ്പോൾ, പുള്ളിയുടെ കാലൊടിഞ്ഞിരുന്നു. ഇപ്പോൾ പുള്ളിക്ക് ഇതിൻ്റെ ആവശ്യമുണ്ടോ? സത്യത്തിൽ പുള്ളിക്ക് ഇതിൻ്റെ ആവശ്യമില്ല. പക്ഷെ എങ്കിലും പുള്ളി വരികയാണെന്ന് മാത്രമല്ല, പുള്ളി ഇതിനു വേണ്ടി ഒരുപാട് മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ട്, ഒരുപാട് അഡ്വർടൈസ്മെന്റ് ചെയ്യുന്നുണ്ട്. പുള്ളി ആ സംസാരം തുടങ്ങിയിട്ടുണ്ട്. മാക്സ് ഹോളോവേ അത്ര സംസാരം എൻ്റെ കണ്ണിൽ പെട്ടില്ല. ഇനിയും ചിലപ്പോൾ വരുമായിരിക്കും, ഇനി സമയം കിടക്കുകയാണല്ലോ. പക്ഷേ കോണർ മെഗ്രഗർ ഫുള്ളി മൈക്കിൽ ഫോമിലായി കഴിഞ്ഞു.
ആ ഒരു ഇതിനെ ഹൈപ്പ് ചെയ്യാൻ തുടങ്ങിയിരിക്കുകയാണ്. ആളുകൾക്ക് കാണാൻ ഇഷ്ടമാണ്. ആ ഹൈപ്പ് വന്നതോടുകൂടി ആളുകൾക്ക് വീണ്ടും കാണാനുള്ള ഒരു ത്വര വന്നിരിക്കുകയാണ്. അതായത് ഞാൻ ഇത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, കോണോർ മെഗ്രഗറിന്റെ ശത്രുക്കൾ പോലും, ഒരുപക്ഷെ ഹബീബ് ആൻഡ് ടീം പോലും കോണോർ ഫൈറ്റിന് ഇറങ്ങിക്കഴിഞ്ഞാൽ കാണും. അത് അവർ പൊതുവെ സമ്മതിക്കില്ലായിരിക്കും, പക്ഷെ അവർ കാണും. അതാണ് കോണോർ മെഗ്രഗറിന്റെ പുള്ളിംഗ് പവർ. അത് തീർച്ചയായിട്ടും വീണ്ടും വന്നിരിക്കുകയാണ്. സോ ഈ ഫൈറ്റ് നടക്കട്ടെ. ഞാൻ പറഞ്ഞല്ലോ, മാക്സ് ഹോളോവേക്കാണ് ഞാൻ അഡ്വാൻറ്റേജ് കൊടുക്കുക, ബിക്കോസ് പുള്ളി ആക്റ്റീവാണ്. പക്ഷേ ഫൈറ്റ് ഗംഭീരമാവട്ടെ. ഒരു 2, 3, 4, എത്രയാ, 5 റൗണ്ടാണോ അറിയില്ല, അത് നമുക്ക് നോക്കേണ്ടി വരും. അതിനകത്ത് കാണുമായിരിക്കും, ഞാൻ അത് ശ്രദ്ധിച്ചില്ല. പക്ഷേ അത് ഫുള്ളി നടക്കുമായിരിക്കും. നടക്കട്ടെ. കോണോർ തോക്കുകയാണെങ്കിൽ ഒരു ഡിസിഷനിലൂടെ, ലൈക്ക് ഒരു പോരാട്ടം. കഴിഞ്ഞ തവണ പുള്ളിക്ക് പോരാടാൻ പറ്റിയില്ല, കാലൊടിഞ്ഞു പോയി. അപ്പോൾ കോണോർ തീർച്ചയായിട്ടും ഇത്തവണ ട്രെയിനിങ് വളരെ സീരിയസ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. അതായത് ഞാൻ പറഞ്ഞല്ലോ, ആക്റ്റീവ് അല്ല പുള്ളി ഫൈറ്റിൽ. 2021 ഇറങ്ങിയത്. പക്ഷെ ട്രെയിനിങ് ഇത്തവണ ഫുള്ളി ഫോക്കസ്ഡ് ആണെന്നാണ് ഒരു വെപ്പ്. എനിക്കും അത് തോന്നുന്നുണ്ട്. ട്രെയിനിങ് സീരിയസ് ആണ്. അത് കാണാൻ കഴിയട്ടെ. ഇതാണ് ഈ ഫൈറ്റ് സീരീസിലുള്ള ആദ്യത്തെ എപ്പിസോഡാണിത്. ഇതാണ് ഞാൻ മനസ്സിലാക്കിയ ഒരു സംഭവം. ഞാൻ വിട്ടുപോയിട്ടുള്ള കമന്റുകൾ തീർച്ചയായിട്ടും നിങ്ങളും പറയുക, നിങ്ങൾ ഷെയർ ചെയ്യുക, എന്ത് വിചാരിക്കുന്നു ഇതിനെക്കുറിച്ചിട്ട്. സത്യത്തിൽ ലൈക്ക് മാക്സ് ഹോളോവേ ഉണ്ട്, എന്റർടൈൻമെന്റ് ആയിരിക്കും, ഫുൾ ആൻഡ് ഫുൾ എന്റർടൈൻമെന്റ് ആയിരിക്കും. അതേപോലെ തന്നെ കോണോർ മെഗ്രഗർ, വൺ ഓഫ് ദ ബിഗസ്റ്റ് സ്റ്റാർസ് ഇൻ മിക്സ്ഡ് മാർഷൽ ആർട്സ് കോമ്പാറ്റിന്റെ ദുനിയാവിൽ, അദ്ദേഹം തിരിച്ചു വന്നിരിക്കുന്ന ഫുൾ ഫോമിലാണ്. നമുക്ക് നോക്കാം. കമന്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.